അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ദിവസം നമ്മൾ കൊല്ലത്തോട്ട് പോകുമെന്ന് തിരിച്ച് അങ്ങനെ നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ്. കൊല്ലം കണ്ടാനില്ല വേണ്ടെന്നാണല്ലോ പറയുന്നത്. അത് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ് മലപ്പുറം മിസ്സാക്കുന്നില്ല എന്നുള്ളത് മലപ്പുറം നല്ല രീതിക്ക് മിസ്സാക്കുന്നുണ്ട്. ഞങ്ങൾ വെള്ളമൊക്കെ വാങ്ങിച്ച് നേരെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ, അതുകൊണ്ടിട്ട് ഭയങ്കര ചൂടും കാര്യങ്ങളുമായിരുന്നു. ട്രെയിനിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു 3 മണി വരെ ഭയങ്കരമായിട്ട് പുഴുങ്ങിയാണ് അതിനകത്ത് ഇരുന്നത്. അതിനുശേഷം കുറച്ചു നേരം കടന്നും ഇരുന്നും ഒക്കെ ഞങ്ങൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മിൽക്കി ബാറും ഫോൺ ഞോണ്ടി കളിക്കുകയും കൈ കഴുകുന്ന് മുന്തിരി തിന്നുന്ന് എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ ട്രെയിനിൽ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം പോകാൻ വേണ്ടിയിട്ട്. വിശപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ വിശപ്പുണ്ട്, പക്ഷെ അകത്ത് നമ്മൾ ട്രെയിനിൽ നിന്നുള്ള ഒരു ഫുഡോ കാര്യങ്ങളോ മേടിച്ച് കഴിക്കേണ്ട, വയറിന് കേടാന്നുള്ള രീതി നമ്മളൊന്നും മേടിച്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം ഭാരതപ്പുഴ കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നു. വറ്റി വരണ്ട് അത്രയ്ക്കുള്ളൊരു കോലമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആമനയുടെ തോളിലൊക്കെ കടന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് പോയത്. അതിനുശേഷം ഞങ്ങൾ പേരക്ക കഴിച്ചു, കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക് എന്തൊക്കെയൊക്കെ ഞങ്ങൾക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആമിനെ പോത്തോലെ കടന്നുറങ്ങി. പാവം അങ്ങനെയല്ല, എന്നാലും കുറച്ച് മയങ്ങി, കാരണം അത്രയ്ക്കും ഞങ്ങൾ ടയേർഡായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് ആകപ്പാട് വന്നത് ഈ ഒരു കളിപ്പാട്ട കണക്കത്തെ സംഭവങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, വണ്ടിയോ ഫൈനലി കൊല്ലെത്തി. എല്ലാം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉമ്മായോ അപ്പായോ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സുലൈമാനി ഓടിച്ച് ബൈ ബൈ.